ഹായ് ഓൾ. ഇപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇനിയിപ്പം തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഒക്കെ 10th പ്രിലിംസ് എഴുതാനുള്ളവർ ലാസ്റ്റ് ഈ ഒരു 4 to 5 ഡേയ്സിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്സ് ഒത്തിരി പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് റിവിഷനാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഒക്കെ ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാത്തതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള PYQൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൽ വരുത്തിയ കറക്ഷൻസും അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് മാത്രം ജസ്റ്റ് റിവൈസ് ചെയ്യുക. അതും നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച അതേ നോട്ട്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോരോ സബ്ജക്റ്റിൻ്റെയും ഹോട്ട് ടോപ്പിക്സ് എന്താണെന്ന് നോക്കിയിട്ട് ആ ടോപ്പിക്സ് കുറച്ചുകൂടി റിവൈസ് ചെയ്യുക. പിന്നെ ജോഗ്രഫിക്കകത്തുനിന്നൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. സെക്കൻഡ് സ്റ്റേജിൽ അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നല്ലോ, നമുക്ക് ആ എക്സാം ക്യാൻസലായി പോയി എങ്കിലും ആ എക്സാം അത്ര പാടല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ജോഗ്രഫിയുടെ കാര്യം ഓർത്തിട്ട് അത് ഫുൾ NCERT വായിച്ച് മനസ്സിലാക്കി പഠിച്ച് സമയം കളയാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നത് നന്നായിട്ട് ഉറപ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസിൻ്റെ നേരത്തെ ചെയ്തു നോക്കിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ന്യൂസുകളും പിന്നെ അതുപോലെ തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക അതുമായിട്ട് ബന്ധപ്പെട്ട ISROയുടെ മിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ റീസെൻ്റായിട്ട് ഓരോ ഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഡേയ്സ്, അതിൻ്റെ തീംസ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ പദവികളിൽ പുതിയ പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നിയമസഭ അതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങൾ, പിന്നെ സ്പോർട്സിൻ്റെയും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷൻ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് യൂട്യൂബ് ചാനൽസ് അവരുടെ മാരത്തോൺസിനെ കുറിച്ചിട്ടുമാണ്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എൻട്രിയുടെ മാരത്തോൺസ് ആണ്. ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ള മാരത്തോൺസിൽ ഇപ്പോൾ 10 hour വരുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പീഡിൽ കേട്ടാൽ മതി. അപ്പോൾ എനിക്ക് നല്ല റിവിഷനായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ബയോളജിയുടെ ഒക്കെ പോർഷൻസ് ആയാലും ടെക്സ്റ്റിലെ SCERTയിലെ മിക്ക ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബോക്സസും ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ആയാലും മാത്സ് ആയാലും പിന്നെ ജോഗ്രഫിയുടെ തന്നെ ആയാലും എല്ലാ പോയിൻറ്റ്സും അവർ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇന്നും മാരത്തോൺസ് അവരുടെ ലൈവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈവ് കാണുന്നതിന് പകരം റെക്കോർഡിങ് കാണാൻ നോക്കുക. അപ്പോൾ കുറച്ച് സ്പീഡിലിട്ട് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ ഓവറോൾ ഉള്ള എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ഐഡിയ നമുക്കൊന്നുകൂടി ഉണ്ടാവും. അപ്പോൾ ഇവരിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇവർക്കറിയാമല്ലോ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള മേഖല ഏതൊക്കെയാണെന്ന്. അപ്പോൾ അവരത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടൈം റിവിഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണെങ്കിൽ ഈ എൻട്രിയുടെ ഈ ലൈവ് എന്തായാലും കണ്ടു നോക്കുക, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ചാനൽ നിങ്ങൾ അധികം ആരും കണ്ടു കാണാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഹാബിറ്റസ്പീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ 10th പ്രിലിംസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞ്, ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ആ ജോഗ്രഫിയുടെ പോർഷൻസിൽ നമ്മൾ SCERTന്ന് വായിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അതിൽ അഡീഷണലായിട്ട് അങ്ങനെ അല്ല പറയുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെ മാക്സിമം പഠിക്കാനുണ്ട്, ടെക്സ്റ്റിലെ ബോക്സസും ഫിഗേഴ്സും അതേ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ SCERT ഒന്നുകൂടി പോയി വായിക്കാനൊക്കെ മടിയാണെങ്കിൽ ഇവരുടെ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി. പിന്നെ PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് PDF നോക്കാൻ വേണമെങ്കിൽ. അപ്പോൾ SCERT ഫുള്ളായിട്ട് വായിക്കുന്നൊരു ഫീൽ തന്നെയാണ്, എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ PYQ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈം PYQ നോക്കാനും പിന്നെ ടെക്സ്റ്റ് വായിക്കാനും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ആവശ്യപ്പെട്ട എല്ലാ ടോപ്പിക്സും ഇതിൽ തന്നെയുണ്ട്, ജസ്റ്റ് അവരുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രിക് ടേണിൻ്റെ കാര്യമാണ്. അപ്പോൾ ട്രിക് ടേണും മാരത്തോൺസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ട് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ മാക്സിമം കാണാൻ നോക്കുക. ആ പോർഷൻസിൽ നിന്ന് ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സെഷൻസ് ഒക്കെ 10th പ്രിലിംസിന് ഇവരുടെ കോഴ്സ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നോട്ട്സ് ഒക്കെ നല്ല കൺസൈസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് നല്ല കൺസൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നോട്ട് ജസ്റ്റ് പോയിന്ന് വായിച്ച് നോക്കാം. അപ്പോൾ അതിൽ ഡേ ടു ഡേ ലൈഫിൽ കെമിസ്ട്രിയുടെ യൂസസും പിന്നെ അതുപോലെ തന്നെ ധാതുക്കൾ, അയിരുകൾ, ഈ പോർഷൻസ് ഒക്കെ നല്ല കൃത്യമായിട്ടാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ആണ് അതിന് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് ആയാലും ലൈവ് ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഇനി അതിനുശേഷം സൈലത്തിൻ്റെ ആണ്. അപ്പോൾ സൈലത്തിൻ്റെ ഞാൻ മെയിനായിട്ട് പറയുന്നത് മാത്സിൻ്റെ ഈ ട്രിക് ടേണും സൈലവും റെഫർ ചെയ്യുക. അതിലെ ക്വസ്റ്റ്യൻസ് കണ്ടുപോയാൽ തന്നെ മാത്സിനൊക്കെ ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ടൈമിൽ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ ഇങ്ങനത്തെ മാരത്തോൺ സെഷൻസും കണ്ട് പിന്നെ നിങ്ങളുടെ തന്നെ നോട്ട്സ് നോക്കുക. പിന്നെ PYQs കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യൂ. താങ്ക്